ഇനി നമ്മൾ ഈ പുലി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നതല്ല അമ്മൂമ്മ, പിന്നെ എന്ത് പ്രശ്നം? നമുക്ക് ഈ പുറത്തെ കരിയിലെ എല്ലാം തൂത്ത് വാരിയിട്ടൊന്ന് കത്തിക്കണം, എല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ പ്രതീക്ഷിക്കാത്ത ഒരു ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന അതിഥി. അതെ പ്രേക്ഷകരെ, ഈ അതിഥി ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. കുറച്ചൊരു ദിവസമായിട്ട് നമ്മള് കേരളക്കരയെ ചൂട് പിടിപ്പിക്കുന്ന വാർത്തയുമായിട്ട് വരുന്ന ഒരു അതിഥി തന്നെയാട്ടോ. വേറെ ആരുമല്ല കൂട്ടുകാരെ, പാമ്പ്. അതെ പ്രേക്ഷകരെ, നമ്മുടെ ഭവാനി അമ്മൂമ്മ നമ്മുടെ പാറമട വീട്ടിൽ എല്ലാവരോടും പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യണം. ഇപ്പൊ പാമ്പിന്റെയൊക്കെ ശല്യം കൂടിയിരിക്കുകയാണ്. പുറത്തെ കരിയിലൊക്കെ അടിച്ച് തീയിടണം, ഉള്ളിലായാലും വീടിനുള്ളിലായാലും സകല മുറിയും ക്ലീൻ ചെയ്തിടണം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, ഈ പുള്ളിലൂടെയൊക്കെ നമ്മൾ സ്ഥിരം നടക്കുന്നതല്ലേ അമ്മൂമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്, ഇനി ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഈ പാമ്പ് എല്ലാ സ്ഥലത്തും പെരുകിയിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുകയാണ്. അപ്പൊ നമ്മുടെ ഗൗരിയമ്മായി അപ്പുറത്ത് പറയുന്നുണ്ടോ, കേശുവിന്റെ മുറി അലങ്കോലമായി കിടക്കുകയാണ്, ആ മുറി ക്ലീൻ ആക്കാനായിരിക്കും പാട് എന്ന് പറയുക. അപ്പൊ നമ്മുടെ പാറുക്കുട്ടി വേഗം തന്നെ നമ്മുടെ ഗൗരിയമ്മായിക്ക് തിരിച്ചു താങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മായിയുടെ മുറിയോ എന്നിങ്ങനെ തിരിച്ചു താങ്ങുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ഭവാനിയമ്മയും ലച്ചും ബാക്കി പിള്ളേരും ഗൗരിയമ്മായും കൂടെ പുറത്ത് മുറ്റവും ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഉള്ളിലാണെങ്കിൽ നമ്മുടെ കനകാൻറ്റി കേശുവിന്റെ മുറി ക്ലീൻ ചെയ്യാൻ കയറിയിരിക്കുകയാണ്. അപ്പൊ ഫുൾ അലങ്കോലായി കിടക്കുക കേട്ടോ. കട്ടിലിന്റെ അടിയിൽ ഒരുങ്ങുന്ന ബാഗുകൾ, കട്ടിലിന്റെ പുറത്ത് ഒരുങ്ങുന്ന ഡ്രസ്സുകൾ. അപ്പൊ നമ്മുടെ കനകാൻറ്റി കട്ടിലിനടിയിലത്തെ ഓരോ ബാഗും ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കാലേ അതിനിടയിൽ കൂടി ഒരു പാമ്പ്. പക്ഷെ എന്റെ പൊന്നോ, കനകാൻറ്റി ഓട്ടി പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, പാമ്പ് പാമ്പ് എന്നും പറഞ്ഞ് ശ്വാസം കിട്ടാതെ ഇങ്ങനെ ആദി പിടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ലച്ചുവും നമ്മുടെ ഗൗരിയമ്മായി എല്ലാവരും ഞെട്ടിക്കിടുങ്ങി നിൽക്കുന്നുണ്ട്. ഇതിനെങ്ങനെ കൊല്ലും, എങ്ങനെ പുറത്താക്കും എന്നുള്ള രീതിയിൽ. എന്തായാലും കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.